ബയോളജി ഓഫ് ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരധ്യായം ഇവിടെ ആരംഭിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ എന്നെ ഏറെ സ്പർശിച്ച ഒരു വചനമുണ്ട്. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. എന്നാൽ ജെൻഡർ ഐഡിയോളജിയെപ്പറ്റി നാം മനസ്സിലാക്കുമ്പോൾ സെക്യുലർ കൾച്ചറിൽ പറയുന്ന കാര്യങ്ങളൊക്കെയും സൈമൺ ഡി ബോവെയറിൻ്റെ വാചകത്തോട് ചേർന്ന് നിൽക്കും. നോ വൺ ഇസ് ബോൺ എ വുമൻ ബട്ട് ബിക്കംസ് വൺ. ഈ ഒരു ആശയത്തിൽ നിന്നാണ് ട്രാൻസിഷൻ സർജറികൾക്ക് ഒരു അർത്ഥമുണ്ടാകുന്നത്, അർത്ഥം അവർ കൽപ്പിക്കുന്നത്. എന്നാൽ ഈ ട്രാൻസിഷൻ സർജറികളൊക്കെ സേഫാണോ? അത് ഒരാളുടെ ഹെൽത്തിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? ഇതിനെക്കുറിച്ച് അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷൻ നൽകിയ കുറച്ച് മുന്നറിയിപ്പുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം മുഖ്യമായും മനസ്സിലാക്കുന്നത്. സർ, അതൊരു അത്യാവശ്യമുള്ള മുന്നറിയിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും മീഡിയയിലും അല്ലെങ്കിൽ പിന്നെ ന്യൂസുകളിലും ടി വിയിലും ഒക്കെ നമ്മൾ കാണുന്നതാണ് ആണ് പെണ്ണായി തീർന്നു, പെണ്ണാണായി തീർന്നു എന്നൊക്കെ. അപ്പോൾ ഇതിനെയാണ് ഈ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ട്രാൻസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പല സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ഏതോ എപ്പിസോഡിൽ കുറച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത തോന്നുകയാണ്, അപ്പം നമ്മളതിനെ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തോന്നുകയാണ് അവരായിരിക്കുന്ന ആ ജെൻഡറിലല്ല അവരായിരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് തോന്നുക ഞാൻ പെണ്ണല്ല ആണായിട്ടായിരുന്നു ജനിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു തോന്നലുണ്ടാകുമ്പോൾ തന്നെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ആ കുഞ്ഞിനെ ഇപ്പോൾ ജെൻഡർ ഐഡൻറ്റിറ്റി ക്ലിനിക്ക് പോലെയുള്ള ക്ലിനിക്കുകളിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ അവരെ കൗൺസിലിങ്ങിന് ഇരുത്തിയിട്ട് ആദ്യം ചെയ്യുന്നതാണ് സോഷ്യൽ ട്രാൻസിഷൻ. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു. അവരെ ഓപ്പോസിറ്റ് സെക്സിന് അവരേത് സെക്സിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അതിനനുസൃതമായി അത് എക്സ്പ്രസ് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. അതിനാണ് ജെൻഡർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെൻഡർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അവരേതിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അനുപാതികമായിട്ട് ഡ്രസ്സാകാം, ഹെയർ സ്റ്റൈലാകാം, അല്ലെങ്കിൽ ദ വേ ഓഫ് ടോക്കിംഗ് ആകാം, അവരുടെ പലതരത്തിലുള്ള ആക്ടിവിറ്റികളാകാം. ഇതെല്ലാം ആ ജെൻഡറിന് അനുയോജ്യമായ വിധത്തിൽ ഇവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് സോഷ്യലി ആദ്യം അങ്ങ് ഇവരെ ഒരു ട്രാൻസിഷൻ നടത്തും. അപ്പോൾ ആ സോഷ്യൽ ട്രാൻസിഷനിൽ തന്നെ ചിലപ്പോൾ ഇവരുടെ പേര് തന്നെ മാറിയെന്നിരിക്കും. ഇപ്പം നമ്മൾ ഡേവിഡ് റേമറിൻ്റെ സ്റ്റോറിയിൽ നമ്മൾ കണ്ടു. ഡേവിഡ് റേമർ, ജോൺ മണി, ബ്രെൻഡ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇന്ന് പല പ്രോനൗണ് എനിക്ക് തോന്നുന്ന ഒരു എപ്പിസോഡിൽ റിയ ചോദിച്ചതാണ് ഹേ, ഷേ എന്നൊക്കെയുള്ള പുതിയ പുതിയ കുറേ പ്രോനൗൺസ് വന്നിട്ടുണ്ട്. അത് ഒരുപാടുണ്ട്. സേർ, നമ്മൾ ഷീ, ഹെർ എന്നൊക്കെ പറയുന്നവരും ഷേ, ഷേർ, അങ്ങനെ കുറേ പ്രോനൗൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതും അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചൂസ് ചെയ്യാം. അതിനകത്തിലും ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. അടുത്ത സ്റ്റേജിലേക്കാണ് നമ്മൾ പ്യൂബർട്ടി ബ്ലോക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ പ്യൂബർട്ടി ബ്ലോക്കേഴ്സ് നമ്മൾ ചെയ്തു. പ്യൂബർട്ടി ബ്ലോക്കേഴ്സ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ക്രോസ് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് സെക്സിൻ്റെ ഹോർമോൺ ശരീരത്തിൽ കുത്തിവെച്ച് അതുപോലെ ആയിത്തീരാനായിട്ടുള്ള ഒരു പരിശ്രമം. ഓപ്പോസിറ്റ് ഇപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങളെപ്പോലെ അവരുടെ ടോണ്, വോയിസ്, അവരുടെ ഹെയർ അല്ലെങ്കിൽ പല കാര്യങ്ങളും അവരെ പോലെ ആകാനായിട്ട് ആ ഹോർമോൺ കൂടുതൽ കുത്തിവെച്ച് അവരെ ആ രീതിയിലാക്കുക. അതിനുശേഷമാണ് ഫിസിക്കൽ സർജറി നടക്കുന്നത്. ഫൈനൽ സ്റ്റേജിൽ ഫിസിക്കൽ സർജറി പല സർജറികളുണ്ട്. ആദ്യം ടോപ്പ് സർജറി എന്ന് പറയും. ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ ദേ വിൽ അലോ ദം ടു റിമൂവ് ദ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കളയുന്നതുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ബോട്ടം സർജറി എന്ന് പറയും. ബോട്ടം സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യൂട്രസ് എടുത്ത് കളയുന്നവരുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ദൈവം തന്നിരിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ജെനിറ്റൽ ഓർഗൻസ് ഇപ്പം ആൺകുട്ടികളുടെ ആണെങ്കിൽ അത് ടോട്ടലി റിമൂവ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള ജെനിറ്റൽസ് അവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അതാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം സർ, അതിനെയാണോ നമ്മൾ ഈ റീഅസൈൻമെന്റ് സർജറി? ഇതെല്ലാം റീഅസൈൻ, അതായത്
ഈ റീഅസൈൻമെൻറ്റ് സർജറി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നടത്തുന്ന ഇപ്പം ടോപ്പ് സർജറി മുതൽ അതെല്ലാം റീഅസൈൻമെൻറ്റ് സർജറിയുടെ ഭാഗമാണ്. ഇതെല്ലാം ഒരേ ദിവസം ചെയ്യണമെന്നില്ല. ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. അപ്പം ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ചിലപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യുമായിരിക്കും, അത് കഴിഞ്ഞ് പിന്നെ ആർട്ടിഫിഷ്യൽ ജെനിറ്റൽ ഓർഗൻസ്. അപ്പോൾ ആണുങ്ങളാണെങ്കിൽ അവരുടെ പെനിസ് ലിറ്ററലി അത് മുറിച്ച് മാറ്റിയിട്ട് ഒരു നോൺ ഫങ്ഷണൽ ആർട്ടിഫിഷ്യൽ വജിന അവിടെ ക്രിയേറ്റ് ചെയ്യും. നോൺ ഫങ്ഷണലാണ്. അപ്പം അതിനനുസരിച്ചുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം അവർ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പിന്നെ പെൺകുട്ടികളാണെങ്കിൽ ആർട്ടിഫിഷ്യൽ പെനിസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അതും നോൺ ഫങ്ഷണലാണ്. അപ്പോൾ അതെല്ലാം ഒരു കോസ്മെറ്റിക് ആസ്പെക്റ്റ് മാത്രമേ അതിനുള്ളൂ. ഞാൻ ആണാണ് എന്ന് വരുത്താനായിട്ടുള്ള ഒരു ഫീലിംഗ്. ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് യു ഫീൽ അബൌട്ട് യുവർ സെൽഫ്. നമ്മൾ ഈ ട്രാൻസിഷൻ്റെ സാർ ഇപ്പോൾ സോഷ്യൽ ട്രാൻസിഷൻ ഒക്കെ പറയുമ്പോഴും കേരളത്തിൽ എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഒക്കെ കേൾക്കുന്ന ഒരു വാക്കാണ് ഈ റീഅസൈൻമെൻറ്റ് സർജറി. റീഅസൈൻമെൻറ്റ് സർജറി അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ നടക്കുന്നത്. അതിനു മുമ്പ് റീഅസൈൻമെൻറ്റ് സർജറി നടക്കത്തില്ല. കാരണം അതിൻ്റെ ഒരു ഫൈനൽ പ്രോസസ്സാണ്. അപ്പോൾ അതാണ് സാർ ഈ സോഷ്യൽ ട്രാൻസിഷന് ശരിക്കും ഒരാൾക്ക് തന്നെ തോന്നുന്നതിലുപരി അവരുടെ ഒരു അപ്ബ്രിങ്ങിങ് ഭയങ്കര ഒരു ഫാക്ടർ അല്ലേ? അല്ല, സോഷ്യൽ ട്രാൻസിഷൻ അപ്ബ്രിങ്ങിങ്ങിൻ്റെ അല്ല. ഈ ആളിന് ഒരു ജെൻഡർ ഡിസ്ഫോറിയ തോന്നാൻ കാരണം ഒരു പക്ഷേ അപ്ബ്രിങ്ങിങ് ആകാം. അതാണ് നമ്മൾ ഒരു എപ്പിസോഡിൽ പറഞ്ഞത്, ആൺകുഞ്ഞിനെ ആഗ്രഹിച്ചിരുന്നു, ഉണ്ടായത് പെണ്ണാണ്. അപ്പോൾ ആ പെൺകുഞ്ഞിനെ മാതാപിതാക്കളെ വളരെയധികം കാര്യമായിട്ട് ഒരു ആൺകുഞ്ഞിൻ്റെ പ്രൊജക്ഷനിൽ തന്നെ ആൺകുഞ്ഞിനെ പോലെ വളർത്തി, ആൺകുഞ്ഞിൻ്റെ ഡ്രസ്സ് ഇടിയിപ്പിച്ചു, ഹെയർ സ്റ്റൈൽ അങ്ങനെയാക്കി, അത് വളർന്നു വരുമ്പം പേര് ആ സ്റ്റൈലിലാക്കി. നമ്മൾ കണ്ടിട്ടില്ലേ പലർക്കും ഇപ്പോൾ ആൺപിള്ളേരുടെയും പെൺപിള്ളേരുടെയും പേരങ്ങനെ ഇതൊന്നുമില്ല. അപ്പം ആൺപിള്ളേരുടെ കോമൺ ആയിട്ടുള്ള ഒരു പേര് കൊടുത്തു. അപ്പം ഇങ്ങനെയുള്ള അപ്ബ്രിങ്ങിങ്ങിനെയാണ് നമ്മൾ പറയുന്നത്. അവിടെയും ഈ കുഞ്ഞിനൊരു പക്ഷേ തോന്നിയേക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ കൂടുതൽ സ്നേഹിക്കപ്പെടാൻ സാധ്യതയുള്ളത് എൻ്റെ ആയിരിക്കുന്ന അവസ്ഥയിലല്ല. ഞാൻ ആണാണെങ്കിൽ ഞാൻ പെണ്ണായിരിക്കുക, അല്ലെ പെണ്ണാണെങ്കിൽ ആണായിരിക്കുക. അവിടെയാണ് എനിക്ക് കൂടുതൽ അറ്റൻഷനും കൂടുതൽ സ്നേഹവും കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ദ സേഫ് സോൺ ഫോർ മീ. ഇതാണ് ആ കുഞ്ഞ് ചിന്തിക്കുന്നത്. അത് ഈ അപ്ബ്രിങ്ങിങ് ഈ ജെൻഡർ ഡിസ്ഫോറിയയെ കുറേയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോസസ്സുകളെല്ലാം കഴിയുമ്പോഴാണ് ഒരാൾ ഫുള്ളി ട്രാൻസിഷൻ ആകുന്നെന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെ മുറിച്ച് മാറ്റുന്നതും ശരീരത്തിൻ്റെ ഭാഗങ്ങളെ മറ്റു തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള അവയവങ്ങൾ വെക്കുന്നതും ഒക്കെ. റീഅസൈൻമെൻറ്റ് സർജറിയാണ് ട്രാൻസിഷൻ്റെ ഫൈനൽ സ്റ്റേജ്. അപ്പോഴാണ് അവർ ഫുള്ളി ഓക്കെ, അവർ ആണാണ് അല്ലെ പെണ്ണാണെന്നുള്ള ഇത് വരുന്നത്. പക്ഷേ ഇവിടെ ഒന്നും പ്രശ്നങ്ങൾ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ചിലർ ഈ ക്രോസ് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ലൈഫ് ലോങ്. അപ്പോൾ അതൊക്കെ ഡിപ്പെൻസ് ഓൺ, ഇതൊന്നും നമ്മൾ പറഞ്ഞല്ലോ ഒരു രോഗമല്ലാത്തത് കൊണ്ട് അതിൻ്റേതായ എല്ലാ, ഇപ്പോൾ ഒരു ശാരീരിക രോഗമാണെങ്കിൽ അതിന് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് കൊടുക്കാം. പക്ഷേ ഇത് നമ്മൾ ആർട്ടിഫിഷ്യലി ഒരു ശരീരത്തെ രോഗാവസ്ഥയിലേക്ക് ആക്കിയതാണ്. നമ്മൾ ഹോർമോൺ കുത്തിവെച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് ഒരു ആർട്ടിഫിഷ്യൽ സംഭവം അവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇതെല്ലാം മാൻ ക്രിയേറ്റഡ് പ്രോബ്ലംസ്, അതിൻ്റെ എല്ലാം വിക്ടിംസ് ഈ ട്രാൻസിഷൻ നടത്തുന്ന ആളാണ്, വിധേയരാകുന്ന ആ കുട്ടി അല്ലെങ്കിൽ ആ യൂത്ത്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലായിരിക്കും പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരൊരു ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും ഒക്കെ പോകുന്ന ഒരു അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ അമേരിക്കൻ പീഡിയാട്രിഷ്യൻസ് അവർ റിസർച്ച് ചെയ്ത് പറഞ്ഞത് അങ്ങനെയുള്ളവരിൽ ഈ സൂസൈഡൽ ടെൻഡൻസി മറ്റ് സാധാരണ ഡിപ്രഷൻ ഉള്ളവരെക്കാട്ടിലും 20% കൂടുതൽ കാണാനുള്ള സാധ്യതയാണെന്നാണ് പറയുന്നത്. അല്ല, അത് നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ നിന്നൊക്കെ അത് അതിൽ തന്നെ ഒരു സൊല്യൂഷൻ അല്ല. അപ്പോൾ ഇതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷൻ, അതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെ ആദ്യത്തെ ഒരു കാരണം അവർ പറയുന്നത് XX ക്രോമസോം അല്ലെ XY ക്രോമസോം ഇതൊക്കെ ഒരു ജനറ്റിക് സയൻറ്റിഫിക് റീസണാണ് ഒരാൾ ആണാകുന്നു അല്ലെ പെണ്ണാകുന്നു എന്നുള്ളത്. ഒരാൾ ആണല്ലാതെ അല്ലെ പെണ്ണല്ലാതെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരേ കേസ് അവർ പറയുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞ ഇൻ്റർസെക്സ് എന്ന് പറയും, ആംബിഗ്യസ് ജെനിറ്റാലിയ അല്ലെ ഇൻ്റർസെക്സ് എന്ന് പറയും.
അത് ക്രോമസോമിൻ്റെ മിസ്മാച്ചും അത് റോങ് ഫങ്ഷന് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടു. അതല്ലാതെ അവർ പറയുന്നത് എല്ലാവരും XX അല്ലെ XY ക്രോമസോമിൻ്റെ ഫലമായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് തെറ്റാണ്, സയൻസ് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ആണാണെങ്കിൽ അവരാണാണ്, അവർ പെണ്ണാണെങ്കിൽ പെണ്ണാണ്. ശരിക്കും ആ ഒരു സയൻസിനെ തന്നെയല്ലേ ജെൻഡർ ഐഡിയോളജി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? ആ സയൻസിനെ തന്നെയാണ് ഇവർ റിജക്റ്റ് ചെയ്യുന്നത്. ആ പാവം വരുമ്പോൾ ദേ ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അപ്പം സൈക്കാട്രി ഈ അസോസിയേഷൻ്റെ ഡോക്ടേഴ്സ് പറയുന്നത് ആരും ഒരു ജെൻഡർ കൺഫ്യൂഷനോടുകൂടി ജനിക്കുന്നില്ല. ബൈ ബർത്ത് നോബഡി ഈസ് ബോൺ ആസ് എ ജെൻഡർ കൺഫ്യൂസിങ് ചൈൽഡ്. ഈ അപ്ബ്രിങ്ങിങ്ങോ സാഹചര്യങ്ങളോ സോഷ്യൽ മീഡിയയോ അവർ വളരുന്ന സ്കൂളുകളിൽ നിന്നോ വീട്ടിൽ നിന്നോ ഒക്കെ കിട്ടുന്ന ആശയങ്ങളുടെ ഫലമായിട്ടാണ് ഒരു പക്ഷേങ്കിൽ ഈ കൺഫ്യൂഷൻസ് ഇവർക്കുണ്ടാകുന്നത്. അപ്പോൾ ആ കൺഫ്യൂഷൻസ് അവർ പറയുന്നത് അവർ ഇന്ന് വരെ നടത്തിയിട്ടുള്ള സ്റ്റഡിയുടെ പശ്ചാത്തലത്തിൽ ഒരു 90 to 95% കുട്ടികളും അവർ കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഈ ഒരു ജെൻഡർ ഡിസ്ഫോറിയ അല്ലെങ്കിൽ കൺഫ്യൂഷൻ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് ശരിയാകുമെന്നാണ് അവർ പറയുന്നത്. സർ, ഈ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ സംഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം ഈ ജെൻഡർ ഡിസ്ഫോറിയയ്ക്ക് കാരണമാകുന്നുണ്ട്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിസ്റ്റ് പറയുന്നത് ആ 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സ് പ്രായത്തിൽ ഇതിന് ഞാൻ ആണ് ഈ രീതിയിലാണ് ഞാനൊരു പുരുഷനായി തീരുന്നത്, ഇതൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല. അത്രത്തോളം ബ്രെയിൻ ഡെവലപ്പ് ആയിട്ടില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ കുഞ്ഞ് കണ്ടുവരുന്നത് എനിക്ക് ആണിൻ്റേതായ ജെനിറ്റൽസ് ഉണ്ടെങ്കിലും ഞാൻ പെണ്ണാണ്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. അങ്ങനെ മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മൾ വേറെ എപ്പിസോഡുകളിൽ പറയുണ്ടായി സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ട പെൺകുട്ടികൾ. അവരൊരിക്കലും ചിന്തിക്കുന്ന എന്താണ്? ഐ എം നോട്ട് സേഫ് ഇൻ മൈ ജെൻഡർ, അതുകൊണ്ട് ഐ ഹാവ് ടു ബി, കാരണം ഇനിയും ഞാൻ എന്നെ ആളുകൾ അബ്യൂസ് ചെയ്യും. സെക്ഷലി ഐ വിൽ ബി അബ്യൂസ് മോർ. അതുകൊണ്ട് ദ സേഫ് തിങ് നമ്മൾ ട്രാൻസിഷൻ വേറെ ജെൻഡറായിട്ട് വളരുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ സൈക്കോളജിക്കൽ ജെനസിസ് അതിന് ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് പക്ഷേങ്കിൽ ആരും ഒരു കൺഫ്യൂഷനോടുകൂടി ജനിക്കുന്നില്ല. അതാണ് ഇവർ ജെൻഡർ ഐഡിയോളജി പറയുന്നത് ദേ ആർ ബോൺ ദാറ്റ് വേ. അത് അവർ അമേരിക്കൻ പീഡിയാട്രീഷ്യൻ അസോസിയേഷൻ അവരത് റിജക്റ്റ് ചെയ്യുക. നോബഡി ഈസ് ബോൺ ആസ് എ പേഴ്സൺ ഹൂ ഈസ് കൺഫ്യൂസ്ഡ് അബൌട്ട് ദ ജെൻഡർ. അത് ആ സാഹചര്യത്തിൽ ഈ അപ്ബ്രിങ്ങിങ്ങിലും അവരുടെ മറ്റുള്ള ചിന്താഗതികളിലും അവർ ആ വസ്തുനിഷ്ഠതയെ അവർ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെ വരുന്നതാണ്. പിന്നെ അതിനെ നമ്മൾ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞു. അതൊരു ജെൻഡർ ഡിസ്ഫോറിയ തന്നെയാണ്. അവർക്ക് വേണ്ടത് കൗൺസിലിങ്ങും സപ്പോർട്ടും, അവർക്ക് വേണ്ടത് നല്ല ആ തരത്തിലുള്ള സപ്പോർട്ടാണ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കാതെ ഉടനെ നമ്മൾ കൊണ്ടുപോയി ട്രാൻസിഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് ദം. ഈ ട്രാൻസിഷൻ പ്രോസസ്സിനെ പറ്റി പറഞ്ഞപ്പോൾ നേരത്തെ ചേച്ചി പറയുണ്ടായി ഡിപ്രഷൻ, ആങ്സൈറ്റി, അങ്ങനത്തെ ഒരു മെൻ്റൽ പ്രഷറിലോട്ട് ആൾക്കാർ കടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ശരീരവും ഇതുപോലൊരു ട്രോമയിൽ കൂടെ അല്ലേ കടന്നു പോകുന്നത്? അവിടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹോർമോൺസ് കുത്തിവെക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതായത് ട്രാൻസിഷൻ ഈ ക്രോസ് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതെ. പക്ഷേ ഈ ജെൻഡർ ഡിസ്ഫോറിയയുടെ ടൈമിൽ ഇറ്റ്സ് ഓൾ ഹാപ്പനിങ് ഹിയർ. സംതിങ് ഈസ് റോങ് ഹിയർ. ഞാൻ ഇപ്പോൾ ആണാണ്, പക്ഷേ ഞാൻ ആണല്ല, ഞാൻ പെണ്ണാകേണ്ടതാണെന്നുള്ള ചിന്തയാണ് അവിടെ വരുന്നത് മെയിനായിട്ട്. അതിനെ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് നമ്മൾ പറഞ്ഞത്. റിയ ചോദിച്ചത് ഒരു പക്ഷേ ഈ ഹോർമോണൽ ചേഞ്ചസ് താങ്ങാൻ ആ ബോഡിക്കൊരു കപ്പാസിറ്റി ഇല്ലാത്തൊരവസ്ഥയില്ലേ? കാരണം നമ്മൾ ഡിസൈൻഡ് ആയിരിക്കുന്നത് ഒരു ഫീമെയിൽ വേർഷനിലാണെങ്കിൽ നമ്മളൊരു ടെസ്റ്റോസ്റ്ററോൺ പോലെയുള്ള മെയിൽ ഹോർമോൺസ് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് താങ്ങാനാവാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടോ? അതിൻ്റെ ഒരുപാട് സൈഡ് എഫക്ട്സ് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. ശരിക്കും
അത് നമ്മളെ കൂടുതൽ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. അത് നമ്മുടെ എന്നാ ഡിപ്രഷനിൽ കൊണ്ടുപോകാനുള്ള കാരണങ്ങളാണ് മൂഡ് ചേഞ്ചസ്, മറ്റുള്ള ഒരുപാട്. കാരണം ഇത് ബോഡിയിലൊരു പുതിയ സാധനം വന്ന് ആക്ട് ചെയ്യുക, വർക്ക് ചെയ്യുക. നമ്മളല്ലാത്തതിനെ നമ്മൾ ജനറ്റിക്കലി ആയിരിക്കുന്നതിനെ അല്ലാതാക്കാനായിട്ട് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കുത്തിവെച്ച് കഴിയുമ്പോൾ അതിൻ്റേതായ സ്ട്രെസ് ബോഡിക്കുണ്ടാവും. അപ്പോൾ ഈ ജെൻഡർ ഡിസ്ഫോറിയ അനുഭവിക്കുന്ന ആൾക്കാർ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവരുടെ ഓൾറെഡി ഉള്ള ഡിപ്രഷനുള്ള അവസ്ഥനെ കൂടുതൽ ഡിപ്രഷനിലോട്ട് തള്ളിവിടുക. അവർ പറയുന്നത് ആ ഡിപ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരണമെങ്കിൽ നിങ്ങൾ അതാകുമ്പോൾ അതങ്ങ് ആവും എന്ന് പറഞ്ഞാണ് ഈ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി വരെ പലരും ഈ ട്രാൻസിഷൻ ചെയ്തിട്ടുള്ളവരുടെ ടെസ്റ്റിമണി നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത് പറഞ്ഞിട്ടാണ് ഈ ക്ലിനിക്കുകളും ഡോക്ടേഴ്സും അവർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളോട് കള്ളം പറഞ്ഞിട്ടാണ് അവസാനം ഈ റീഅസൈൻമെൻറ്റ് സർജറിയും എല്ലാം കഴിഞ്ഞപ്പോഴും അവരുടെ പ്രശ്നം സോൾവ് ആകുന്നില്ല. സർ, അങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കും അവർ സൂയിസൈഡിലേക്ക് പോകുന്നത്. സൂയിസൈഡിലേക്ക് പോവും. ചിലർ അവർ സൊസൈറ്റിയും മറ്റുള്ളവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ട്രാൻസിഷൻഡ് ആവും. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഈ യുഎസിൽ. ട്രാൻസിഷൻ ആയിട്ട് അവർ ഇതിന് അഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒത്തിരി ഓർഗനൈസേഷൻസ്. സർ, ഈ ട്രാൻസിഷൻ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയുള്ളൊരു വലിയ പ്രോസസ്സ് തന്നെയല്ലേ? ട്രാൻസിഷൻ എന്ന് പറയുന്നത് അത്രയും വലിയ പ്രോസസ്സ് ഇല്ല. പലതും നമുക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടു. യു കനോട്ട് ഡു എനിത്തിങ്. ഇപ്പം ബ്രസ്റ്റ് റിമൂവ് ചെയ്തു, ബ്രസ്റ്റ് ഇല്ല, പിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓവറി യൂട്രസ് എടുത്ത് കളഞ്ഞു, പിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ട്രാൻസിഷൻ എന്ന് പറയുന്നത് അവരുടെ ആ റിയാലിറ്റി അവർ മനസ്സിലാക്കുക. അവർ ആണായിട്ട് ജനിച്ചു, അവരാണ് തന്നെയാണ്. ഒരുപക്ഷെ അവർക്ക് ഒത്തിരി ഡാമേജസ് ഇപ്പം ഫിസിക്കലി വന്നിട്ടുണ്ട്. ഈവൻ ദെൻ ഇഫ് ദേ ആർ ബോൺ ആസ് മെയിൽ, ദേ ആർ മെയിൽ. ശരിക്കും നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഫിസിക്കലിനേക്കാളും കൂടുതൽ മെന്റലി അവരെ അത് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസിഷൻ എളുപ്പമായി. പിന്നെ അതിൻ്റെ ഫലമായിട്ട് ചില കാര്യങ്ങളൊക്കെ റെക്ടിഫൈ. അതായത് ഈ എല്ലാ ആളുകളും ട്രാൻസിഷനിൽ ലാസ്റ്റ് സ്റ്റേജ് ഈ ഫിസിക്കൽ സർജറി ഒന്നും ചെയ്ത് കളയണമെന്നില്ല. അപ്പോൾ ചിലർ ഇതൊന്നും ചെയ്തിട്ടില്ല, അവർ ക്രോസ് ഹോർമോൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ സ്റ്റേജിലാവുമ്പോൾ ദെൻ അവരെ റിവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ടു വർക്ക് ഓൺ ഇറ്റ്. അത് ഡോക്ടർ കൗൺസിലിങ്ങും മരുന്നിലൂടെയൊക്കെ പക്ഷേ അവരുടെ മെയിനായിട്ടുള്ളത് ഈ അക്സെപ്റ്റൻസ് ആണ് അവരുടെ ഐഡന്റിറ്റി. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും. കാരണം ട്രാൻസിഷൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് ഒരു ഫിസിക്കൽ ട്രാൻസിഷൻ, ഫിസിക്കലി ആണായിരുന്ന ഒരാൾ പെണ്ണായി അതിനുശേഷം തിരിച്ചാണിലേക്ക് വരുന്നു എന്നായിരിക്കാം. പക്ഷെ അതല്ല, കൂടുതലും മെന്റൽ ട്രാൻസിഷൻ ആണ് സമൂഹത്തിൽ നടക്കാറ്. ഇതിപ്പം ജനറലി സ്പീക്കിംഗ് ഇങ്ങനെയാണ് ട്രാൻസിഷൻ നടക്കുന്നത്. പക്ഷേ നമ്മുടെ ഡേവിഡ് റേമറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല നടന്നത്. ഫിസിക്കലി അവൻ്റെ ടെസ്റ്റിക്കിൾസും എല്ലാം സർജറി ചെയ്ത് എടുത്തു മാറ്റി 28 മാസം പ്രായമുള്ളപ്പോൾ. പക്ഷേ അവരുടെ ഫൈനൽ ഇതിലാണ് അവന് പിന്നെ ആർട്ടിഫിഷ്യൽ വജിന വെക്കാം. അത് പിന്നെ ശരിയായിട്ട്, കാരണം ഈ ലോസ്റ്റ് ഈസ് പെനിസ് ബിക്കോസ് ഓഫ് ദ ആക്സിഡൻ്റൽ സർക്കംസിഷൻ. അപ്പോൾ അങ്ങനെ വെക്കാനുള്ളതാണ് പേരൻസ് റിജക്റ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് 14 വയസ്സായപ്പോൾ അവൻ സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹി കെയിം ബാക്ക്. അവൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഞാൻ ആണായിട്ട് ജനിച്ചു, ഞാൻ ആണാ. അപ്പോൾ അതാണ് ശരിക്കും കോപ്പ് ചെയ്യാൻ. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ഈസി. അതായത് ഒരാൾക്ക് ജീവിതത്തിൽ ചില പെൺകുട്ടികളെ ട്രാൻസിഷൻ കഴിഞ്ഞിട്ട് അവരുടെ ടെസ്റ്റിമണി പറയുന്നത് കേട്ട് കഴിഞ്ഞ് നമ്മൾ കരഞ്ഞു പോകും. അവർ പറയുന്നത്, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, ഏറ്റവും എൻ്റെ അമൂല്യനിധിയായിരുന്ന എൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടു, പ്യൂബർട്ടി ബ്ലോക്കേഴ്സ്, ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടു, എൻ്റെ യൂട്രസ് നഷ്ടപ്പെട്ടു, എൻ്റെ ബ്രസ്റ്റ് നഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പെണ്ണാണ്, ഞാൻ പെണ്ണായിട്ട് ജനിച്ച് ഞാൻ പെണ്ണ് തന്നെയാണ്. പക്ഷേ എനിക്കിതെല്ലാം നഷ്ടപ്പെട്ടു, അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു നഷ്ടമാണ്. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ചിലർ അവർ കല്യാണമൊക്കെ കഴിച്ച് ദേ കം ബാക്ക്. കാരണം അവർക്ക് ഫിസിക്കലി മറ്റ് ഡാമേജസ് അധികം ഇല്ലെങ്കിൽ ആ സ്റ്റേജിലെങ്കിലും റിയലൈസ് ചെയ്താൽ വളരെ നല്ലതാണ്. അമേരിക്കൻ പീഡിയാട്രിഷ്യൻസ് അവരുടെ അസോസിയേഷൻ പറയുന്നത് ഇതൊരു ചൈൽഡ് അബ്യൂസാണ്. ചൈൽഡ് അബ്യൂസാണ്
ശരിക്കും കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഈ ക്രോസ് ഹോർമോൺ റിയ പറഞ്ഞതുപോലെ അതിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. ഹൈ ബ്ലഡ് പ്രഷർ, മൂഡ് ചേഞ്ചസ്, അതുപോലെ തന്നെ അവരെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഡയബറ്റിക് ഇതിൻ്റെ വേറൊരു ഇതാണ്, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസറസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് ഇവർ വിധേയരാകാൻ സാധ്യതയുണ്ട്. ക്രോസ് ഹോർമോൺ അത്ര സേഫായിട്ടുള്ള കാര്യമല്ല. പിന്നെ അവരെ ഫിസിക്കലി അവരുടെ സർജറി ചെയ്ത് അവരുടെ ഫെർട്ടിലിറ്റിയും അവരുടെ ജീവിതത്തിലെ അവരുടെ ഐഡൻറ്റിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എടുത്തു മാറ്റി കളയുമ്പോൾ ദാറ്റ് ഇസ് എ ലോസ് ഫോർ എവർ. അപ്പോൾ അവർ പറയുന്ന ഇതാണ്, ഇതൊരിക്കലും നമ്മൾ ഇതിനെ എൻകറേജ് ചെയ്യാൻ പാടില്ല. കാരണം ആരും ഇങ്ങനെ കൺഫ്യൂഷനോടുകൂടി അത് ജനിക്കുന്നില്ല. സാഹചര്യങ്ങളും സോഷ്യൽ മീഡിയയുടെ ഇൻഡോക്ട്രിനേഷനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരും കൂടി ഇവരെ ആക്കി തീർക്കുന്നതാണ്. ഇങ്ങനെ അവർക്ക് എന്തെങ്കിലും ഒരു സംശയം പറയും, ഉടനെ നിങ്ങൾക്കിതാണ്, നിങ്ങൾ വേറൊന്നും വേണ്ട, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് നിങ്ങൾ ഇടുക, ഇന്ന് ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു, എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് എന്തോ കൺഫ്യൂഷൻ തോന്നുന്നത് പോലെ, ഇത്രയും മാത്രം ചെയ്താൽ മതി. 10,000 നിങ്ങൾക്ക് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കും, നിൻ്റെ പ്രോബ്ലം ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ ഇതിലൂടെ. അപ്പോൾ ചില ഈ ഓൺലൈൻ കൗൺസിലേഴ്സ് ഉണ്ട് ഇവർക്ക്. ഇതെല്ലാം ഈ ഡീട്രാൻസിഷൻ ചെയ്യുന്ന ആളുകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവരുടെ ഓൺലൈൻ എക്സ്പേർട്ടായിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ട്. അവർ മാനിപ്പുലേറ്റ് ചെയ്യും, എനിക്ക് ഇതുപോലുള്ള സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നുപോയി. ഇതെല്ലാം ഓൺലൈനിലല്ലേ, വളരെ കൺവിൻസിങ് ആയിട്ട് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ഏജൻസികളുണ്ട്. അപ്പോൾ അവർ കൺവിൻസ് ചെയ്യും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ഫസ്റ്റ് അവർ ആ ഗ്രൂപ്പിലാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ കുറേ ഫേക്ക് എക്സ്പീരിയൻസസും ടെസ്റ്റിമണീസും ഒക്കെ ഇവരെ കേൾപ്പിക്കും. അപ്പോൾ ഇവർ ഈ ഡീട്രാൻസിഷൻ ചെയ്തവർ ഇങ്ങനെ പല രീതിയിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ അവരെ അന്നേരം തന്നെ കൺവെർട്ട് ചെയ്തെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ ഒരു നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ എറായിൽ അത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മീഡിയയാണ്. സോഷ്യൽ മീഡിയയാണ് ഇത് ഏറ്റവും അധികം പ്രചരിപ്പിക്കുന്നത്. അത് ഒരിക്കൽ ഒരു ഡീട്രാൻസിഷൻ ചെയ്ത ഒരു കുട്ടി അവളുടെ എക്സ്പീരിയൻസ് പറയുന്നത്, അവൾക്ക് ഫസ്റ്റ് ഒരു ഫീലിംഗ് വന്നത് ഇതാണ്, ഭയങ്കര ബോഡി ഷേപ്പിനും ബോഡിയുടെ സൗന്ദര്യത്തിനുമൊക്കെ ഓവർ സെൻസിറ്റിവിറ്റിയും ഓവർ ഇമ്പോർട്ടൻസും കൊടുത്തിരുന്ന ഒരു വെൽ ടു ഡു ഫാമിലിയിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ എല്ലാ ദിവസവും 1-2 പ്രാവശ്യം മിററിൽ ചെന്നിട്ട് ഓരോ മോഡൽസിനെയും കാണുമ്പം, എൻ്റെ കണ്ണ് അതുപോലല്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഈ ഭാഗം അതുപോലല്ലല്ലോ, ഇങ്ങനെ ചിന്തിച്ച് അവൾ മറ്റുള്ള വലിയ മോഡൽസും ആക്ട്രസസും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് ഫൈനലി ഷീ റീച്ച്ഡ് എ സ്റ്റേജ് അവളുടെ ആ രൂപത്തെ തന്നെ ഹേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് എൻ്റെ ശരീരം തന്നെ ശരിയല്ല ഇത്, അപ്പോൾ എനിക്ക് ആ കുറവുണ്ട്, ഈ കുറവുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്തെന്ന് ആ കുട്ടി പറയുക. അതൊരാളോട് പറയുമ്പോൾ അത് ഈ ജെൻഡർ ഐഡിയോളജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ആ കുട്ടി പറയുന്ന ഇതാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ അല്ലേ, ഇപ്പം നമുക്കൊരു ഫ്രസ്ട്രേഷൻ വന്ന ഉടനെ ഇന്നത്തെ കാലത്ത് എന്താ ഏറ്റവും കൂടുതൽ നമ്മൾ ജനറലി സ്പീക്കിംഗ്, എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല, ഉടനെ ഐ ആം ഫീലിംഗ് ഹാപ്പി, ഓക്കെ സ്റ്റാറ്റസായി, ഇതായി. ഐ ആം ഫീലിംഗ് സോ ഫ്രസ്ട്രേറ്റഡ് ടുഡേ, സ്റ്റാറ്റസായി. ഐ എം ഫീലിംഗ് സോ ഫ്രസ്ട്രേറ്റഡ് അബൌട്ട് മൈ ബോഡി. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ പുറകെ അവൾക്ക് വന്ന സപ്പോർട്ടും അവൾക്ക് വന്ന കൗൺസിലിങ്ങും അവൾക്ക് വന്നിട്ടുള്ള മെസ്സേജുകളും, അവൾ പറയുന്നത് അവൾ അറിയാതെ തന്നെ അതിലേക്കങ്ങ് അവരുടെ ഒരു തരത്തിലുള്ള മാനിപ്പുലേഷനിലേക്ക് അങ്ങ് വീണുപോയി. കാരണം അതൊരു വെൽ പ്ലാൻഡ് പാക്കേജാണ് സോഷ്യൽ മീഡിയയിൽ. ഈ ട്രാപ്പ് പലർക്കും അറിയത്തില്ല. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, ഞാൻ ഒരിക്കലും ചെയ്യരുതായിരുന്നു ആ സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ ഫ്രസ്ട്രേഷന്. അതെല്ലാം കഴിഞ്ഞ് എല്ലാം സീക്രട്ടായിട്ട് നടന്നു, ആരും അറിയാതെ, പേരൻസ് പോലും അറിയാതെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് അവൾ ക്രോസ് ഹോർമോണും മറ്റും എടുക്കാൻ പോകുന്ന സമയമാണ് പേരൻസിനോട് പറയുന്നത്. ആ സ്റ്റേജ് വരെ എത്തുന്നത് വരെ ഇറ്റ് വാസ് സീക്രട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇതിനകത്തിലുള്ള ആശയങ്ങളും ദുരുപയോഗങ്ങളും ഒക്കെ ഉണ്ട്. ഫാമിലിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും വേണം.
നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ അത് പല കാരണങ്ങളാകാം. അത് ഈ ഐഡിയോളജി തന്നെ ആദ്യമേ വന്ന് പറയണമെന്നില്ല. നമ്മുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അല്ലെ ആരെങ്കിലും നമ്മളെ ശാരീരികമായിട്ട് അബ്യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെ ആരെങ്കിലും നമ്മളോട് നീ കൊള്ളുകയല്ല, കാണാൻ കൊള്ളുകയല്ല, നിനക്ക് ആ കുറവുണ്ട് ഈ കുറവുണ്ടെന്ന് പറയുമ്പം ഇപ്പം നമ്മളെ തന്നെ നമ്മൾ വെറുക്കുന്ന ഒരു സിറ്റുവേഷൻ, ഇതൊക്കെ പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡറിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇതൊന്നും ഈ ഐഡിയോളജി പഠിച്ചിട്ടല്ല കുഞ്ഞുങ്ങളെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു പക്ഷേ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ കുട്ടികളാണേലും ടീൻസ് ആണേലും യൂത്ത് ആണേലും നിങ്ങളുടെ പേരൻസാണ്. പക്ഷേ ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്, പേരൻസിൽ ഈ കുട്ടികൾക്ക് കോൺഫിഡൻസ് കുറവാണ്, പറയാനുള്ള ധൈര്യമില്ല ചിലപ്പോൾ. അത് ധൈര്യമില്ലാത്തതിൻ്റെ കാരണം ഇവർ പറഞ്ഞാൽ എങ്ങനെ എടുക്കും, അക്സെപ്റ്റ് ചെയ്യുമോ. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ ഒരു വ്യവസ്ഥയിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞു ഒത്തിരി പേരൻസ് ഉണ്ട്, അത് പോസിറ്റീവായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ജനറലി നമ്മുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും, നീ എന്തുവാ പറഞ്ഞേ, ഇത് കേൾക്കുമ്പോഴേ കൊച്ചിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൂടെ നഷ്ടപ്പെടും. സാർ അതിനൊരു കാര്യമുണ്ട്. കാര്യം നമ്മളിത് ദൂരെ നിന്ന് മാറിക്കണ്ട് അഭിപ്രായം പറയുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടതെന്ന് സത്യമായിട്ടും അറിയില്ല. അത് ശരിക്കും നമ്മൾ അത് മനസ്സിലാക്കണം. ആ കുഞ്ഞ് അത് ആ ഒരു സിറ്റുവേഷൻ അവൾ എന്തൊക്കെയോ നമ്മളോട് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഷീ നീഡ്സ് ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണത്. ആ പോയിൻ്റ് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് സമനിലയോടുകൂടി സ്നേഹത്തോടുകൂടി കുഞ്ഞിനെ ചേർത്ത് നിർത്തി അവളെ സപ്പോർട്ട് ചെയ്ത് അതിൽ നിന്നും പുറത്തു വരാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓൺ ദാറ്റ് നോട്ട് നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. പ്രിയയുടെ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹദാതാവായ ദൈവമേ, അങ്ങേ മക്കളായിരിക്കുന്ന ഓരോ മനുഷ്യരെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. വളരെ പ്രത്യേകമായിട്ട് ഇത്തരത്തിലൊരു ജെൻഡർ ഡിസ്ഫോറിയ, അത്തരത്തിലുള്ളൊരു ചിന്തയിലോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേ ജ്ഞാനത്തിൻ്റെ കതിരുകൾ അവരുടെ ഉള്ളിലേക്ക് അയക്കണമേ. സത്യമെന്തെന്ന് മനസ്സിലാക്കുവാൻ മാത്രം അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അമ്മ മാതാവേ, അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിൽ അവരെ കാത്തു രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. താങ്ക് യു റിയ. ഞാൻ ആദ്യം പറഞ്ഞ വചനം നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. നമ്മുടെ ദൈവത്തിന് തെറ്റുപറ്റില്ല. അവൻ ആരെയും തെറ്റായ ശരീരത്തിൽ നിക്ഷേപിക്കുന്നില്ല. ഈ ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടത്. ഈ ട്രാൻസിഷൻ്റെ ഒക്കെ പുറകെ പോകുമ്പോൾ മാനസികമായും ശാരീരികമായും വളരെയേറെ അനാരോഗ്യകരമായ അവസ്ഥയിലേക്കാണ് നാം പോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, ഇങ്ങനെയുള്ളവരെ ഓർത്ത് ചേർത്ത് പിടിക്കാം, അവരുടെ ആ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട്. ഓൺ ദറ്റ് നോട്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കണ്ട. എഴുതി അറിയിക്കേണ്ട ഇമെയിൽ അഡ്രസ് info@tobforlife.org.